ഹായ് ഡിയേഴ്സ്, ഇപ്പം നീറ്റിൻ്റെ ഫലം വന്നു. ഐ കൺഗ്രാറ്റുലേറ്റ് ഓൾ ഓഫ് യു. നല്ല റാങ്ക് കിട്ടിയവർ വളരെ സന്തോഷമായിരിക്കും. നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായി 2020 റിസൾട്ട് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്ത ഘട്ടം നമ്മുടെ ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഓൾ ഇന്ത്യ ലെവലിലും കീമിലും കൂടിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയട്ടെ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നമ്മൾ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അവരൊന്നും ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വളരെ വളരെ കഷ്ടപ്പെട്ട കുട്ടികൾ, ഒരുപാട് പേരെ ഞാൻ അറിയുന്ന കുട്ടികളുണ്ട്. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ആരും വറി ആവണ്ട. നമ്മളെപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഇനിയുള്ള വഴികൾ എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വെറുതെ വറീഡായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ അത് മാത്രമാണ് പറയാനുള്ളത്. സന്തോഷിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഇനി എന്നുള്ളത് 2 വർഷമോ അതുപോലെ റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും അവരുടെ മുമ്പിൽ ഇനിയും ഉണ്ട്, പല പല ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്. ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി. അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെപ്പോഴും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. 15.97 ലക്ഷം കുട്ടികളാണ് സെപ്റ്റംബർ 13 നടത്തിയ പരീക്ഷയിലെയും കോവിഡ് കാരണം അതിൽ പങ്കെടുക്കാനാകാതെ പോയവർക്കായി ഒക്ടോബർ 14 നടത്തിയ പരീക്ഷയിലും പ്രകടനം പരിഗണിച്ചാണ് ഫലം തയ്യാറാക്കിയത്. ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ട്. എയിംസും പുതുച്ചേരി കാരക്കല്ല ജിപ്മറും ആദ്യമായി ഒരു നീറ്റിന്റെ കുടക്കീഴിൽ വരികയാണ്. ഇവിടെ കട്ട് ഓഫ് പേഴ്സൻറ്റേലും കട്ട് ഓഫ് മാർക്കും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നീറ്റിൽ 50% സ്കോറെങ്കിലും ഉണ്ടെങ്കിലേ പ്രവേശനത്തിന് അർഹതയുള്ളൂ. ഇനി പട്ടിക പിന്നോക്ക വിഭാഗക്കാർക്ക് 40% മതി. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് 45% ആണ് വേണ്ടത്. ഇതിന് റാങ്ക് ബേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ജനറൽ ആയിട്ടുള്ളവർക്ക് 720 മുതൽ 147 വരെയാണ് റാങ്ക്. അവരാണ് പ്രവേശനത്തിന് അർഹതയുള്ള കുട്ടികൾ. OBCക്ക് 146 റാങ്ക് മുതൽ 113 റാങ്ക് വരെയാണ് ഈ വർഷത്തെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. പട്ടികജാതി 146, 113, പട്ടികവർഗം 146, 113, ജനറൽ സാമ്പത്തിക പിന്നോക്കം ഭിന്നശേഷിക്കാർക്ക് 146, 129, OBC ഭിന്നശേഷി 128, 113, പട്ടികജാതി ഭിന്നശേഷി 128 മുതൽ 113, പട്ടികവർഗ ഭിന്നശേഷി 128, 113. അപ്പോൾ ഫസ്റ്റ് കൗൺസിലിംഗ് ആരംഭിക്കാനുള്ള ഡേറ്റുകളെല്ലാം തന്നെ വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി MBBS BDS കൗൺസിലിംഗ് നടക്കുന്നത് മെഡിക്കൽ കൗൺസിൽ കമ്മിറ്റിയാണ്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും സർക്കാർ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് കൗൺസിലിംഗ് വിളിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ ബാക്കി 85% നമ്മുടെ കീമിലേക്ക് നമ്മുടെ കേരള സർക്കാർ ഓരോ സ്റ്റേറ്റ് ബോർഡിനുള്ള സീറ്റുകളാണ് 85%. അപ്പൊ അതിനുള്ള കൗൺസിലിങ്ങിനും വിളിക്കുന്നതായിരിക്കും. അപ്പൊ ആ സീറ്റിലേക്ക് 15% ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്നാണ് പ്രവേശനം കൊടുക്കുന്നത്. അത് നമ്മുടെ MCCയുടെ വെബ്സൈറ്റ് മുഖാന്തരമായിരിക്കും കൗൺസിലിങ്ങിന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ ഇന്ത്യയിലുള്ള മെഡിക്കൽ കോളേജുകൾ 529 മെഡിക്കൽ കോളേജുകളാണുള്ളത്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് MBBS സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 76,928 ആണ്. ഇനി അതിൽ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വരുന്നത് 269 മെഡിക്കൽ കോളേജ് ആണുള്ളത്. അതിൽ മൊത്തം 34,951 സീറ്റുകളാണുള്ളത്. അപ്പൊ 34,951 സീറ്റാണ്. അതിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അതായത് 15% പ്രവേശിക്കാനുള്ളത് 42,000 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അത് ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ സാധാരണ 260 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 36,680 സീറ്റുകളാണുള്ളത്. മൊത്തം സീറ്റുകളാണ്
ഇതിൽ 15% ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നതായിരിക്കും. ബാക്കി 85% സീറ്റുകളും ഓരോ സ്റ്റേറ്റിന് കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിലൂടെ നമ്മുടെ കീമിലൂടെയാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ടത്. അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കീമിൽ എങ്ങനെയാണ് അലോട്ട്മെന്റ് കൊടുക്കുക, എങ്ങനെയാണ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി കേരളത്തിലെ എല്ലാവർക്കും അറിയാം, ടോട്ടൽ മെഡിക്കൽ കോളേജ് 10 ആണുള്ളത്. അതിൽ 1400 സീറ്റുണ്ട്. ഈ 1400 സീറ്റിൽ തന്നെ 85% മാത്രമേ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളൂ അതത് സ്റ്റേറ്റുകാർക്ക്. ബാക്കി 15% സീറ്റും ഓൾ ഇന്ത്യ കോട്ടയിലൂടെയും നമുക്ക് ഇതിലൂടെ കയറാം. അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലൂടെയും കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കോട്ടയിലൂടെയും നേടാം. പക്ഷെ നമുക്ക് വ്യത്യാസമൊന്നുമില്ല, രണ്ടിലും ഒരേ ഫീസൊക്കെ തന്നെയാണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് കേരളത്തിൽ 20 മെഡിക്കൽ കോളേജുകളുണ്ട്. 2350 സീറ്റുകളാണുള്ളത്. അതിൽ അമൃത മെഡിക്കൽ കോളേജ് 100 സീറ്റുകളുണ്ട്, അതായത് ഡീംഡ് മെഡിക്കൽ കോളേജാണ് ഉള്ളത്. ഇനി നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനങ്ങളിലും കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഗവൺമെന്റ് കോളേജുകളിലുണ്ട്. അവിടെയും നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ അപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ തൊട്ടടുത്തായിട്ടുള്ള തമിഴ്നാട്ടിൽ 26 മെഡിക്കൽ കോളേജ് ഉണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ. ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് ഉള്ളത് തമിഴ്നാട്ടിലാണ്. ഏകദേശം 3500ഓളം സീറ്റുണ്ട്. അപ്പൊ 15% സീറ്റ് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ അവിടേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സാണ് ലഭിക്കേണ്ടതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള കൗൺസിലിങ്ങിന് പങ്കെടുത്തേ മതിയാകൂ. നമ്മുടെ അടുത്ത് തന്നെയാണ് തമിഴ്നാട്, വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ അവിടെയും നല്ല കോളേജുകളുണ്ട്. ലാംഗ്വേജസ് ഒന്നും പ്രശ്നമാവുന്നില്ല. പലർക്കും അതൊക്കെ ആയിരിക്കും പ്രയാസം ഉണ്ടാവുക. ഒരുപാട് കുട്ടികൾ കേരളത്തിൽ നിന്നും പുറത്തു പോയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടക, അവിടെ ടോട്ടൽ മെഡിക്കൽ കോളേജ് 19 ഉണ്ട്. അതായത് 2850 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതിൽ തന്നെ 15% ഓൾ ഇന്ത്യ കോട്ടയിലും ഉണ്ട്. അപ്പൊ നമുക്ക് കർണാടകയിലും നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. കേരളത്തിലെ കുട്ടികൾക്കൊക്കെ തന്നെ അവിടെയും അപേക്ഷിക്കാവുന്നതാണ്. നല്ല നല്ല കോളേജുകളുണ്ട്. അപ്പൊ പ്രൈവറ്റ് 39 കോളേജുകളും ഉണ്ട്. അപ്പൊ അതിലെ ഫീസ് നിരക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് അവിടുത്തെ അതത് ഗവൺമെന്റ് കോട്ടയിൽ അതത് സ്റ്റേറ്റ് ബോർഡ് തീരുമാനിക്കുന്ന ഫീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അതത് സ്റ്റേറ്റ് ബോർഡിന്റെ ഫീസ് ആയിരിക്കും. അപ്പൊ ഗവൺമെന്റ് കോട്ടയിൽ തന്നെ ഓരോ സ്റ്റേറ്റ് ബോർഡിനും ഫീസ് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ഫീസ് ആയിരിക്കും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈവറ്റിലും ഫീസുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് സമീപത്തുള്ള ഒരുപാട് സ്റ്റേറ്റുകളിൽ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ അപേക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾ, നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിക്കൽ, അതായത് MBBS BDSന് MCC വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്, കൗൺസിലിങ്ങിന് അപേക്ഷിക്കേണ്ടത്. ബാക്കി മെഡിക്കൽ അലൈഡ് കോഴ്സുകളായ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, ഫോറസ്ട്രി പ്രവേശനത്തിലുള്ളത് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ആയുഷിന്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. നമ്മൾ അതിന് പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതും ഓൾ ഇന്ത്യ കോട്ടയിലേക്കാണ് നമ്മൾ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ ആയുഷിന്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഒപ്പം തന്നെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ കീം മുഖാന്തരമാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപ്പൊ കേരളത്തിലെ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കണം. അപ്പൊ നിങ്ങളുടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ നീറ്റ് ഫലം സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ലഭിക്കുന്ന മുറയ്ക്ക് അപേക്ഷകൾ ഓൺലൈനായി റോൾ നമ്പർ നൽകി മാർക്ക് ഉറപ്പാക്കുന്നതിന് അവസരം ലഭിക്കും. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റിന് അന്തിമ രൂപം നൽകാൻ 2 ആഴ്ച എടുക്കും. അതിനുശേഷം ഓപ്ഷൻ സ്വീകരിച്ച് മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് നടപടിയിലേക്ക് കടക്കുമെന്ന് ആണ് നമുക്ക് കിട്ടിയ അറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ച സമയമെടുക്കും കേരളത്തിലെ അലോട്ട്മെന്റ് നടക്കാൻ വേണ്ടി. അപ്പൊ അതിന് മുന്നേ തന്നെ ഒന്നാം ഘട്ട അലോട്ട്മെന്റ് നടക്കും. അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ. ഫസ്റ്റ് 1ാം ഘട്ട കൗൺസിൽ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കും. അതിനുശേഷമായിരിക്കും കേരളത്തിലെ കൗൺസിലിംഗ് ഉണ്ടാവുക, അതത് സ്റ്റേറ്റുകാരുടെ കൗൺസിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിരിക്കുക. അപ്പൊ എല്ലാ കുട്ടികളും ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കി വെക്കുക. നമുക്ക് ഏതൊക്കെ കോളേജുകളിലാണ് ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നന്നായിട്ട് മനസ്സിലാക്കി എല്ലാ രീതിയിലും നിങ്ങൾ വെബ്സൈറ്റുകൾ മുഖാന്തരം റെഫറൊക്കെ ചെയ്ത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഒപ്പം നമ്മുടെ എല്ലാത്തിനും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. Wow.